ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അങ്ങനെ വീണ്ടും ബാക്ക് ടു ഓഫീസ് ലൈഫ്. അപ്പോൾ ഒരു ദിവസമായപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി താഴത്തേക്ക് ഇറങ്ങി. ശനി ഞായർ കമ്പനി ലീവാട്ടോ. ശരി, അത് കേട്ട് കഴിഞ്ഞാൽ കമ്പനിക്ക് ഈഗോ അടിക്കുമെന്തോ. അതെന്തെങ്കിലും ആവട്ടെ. അങ്ങനെ നാട്ടത്തെ വൈബ് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു മസാല ദോശയും ചായയൊക്കെ ഓർഡർ ചെയ്തു. ചായ ഓർഡർ ചെയ്തിട്ട് കുറച്ച് നേരമായിട്ടോ. എന്തായാലും ചായ കിട്ടില്ല. പോട്ടെ, എന്തായാലും കിട്ടിയ മസാല ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ എന്ന് വെച്ചാലും പുറത്തും സ്ഥലമുണ്ട്, അതുപോലെ അകത്ത് എ സിയിലും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ ഒരുപാട് മരത്തിൻ്റെ ഒക്കെ നടുക്കിൽ ഒരുപാടായിട്ട് ബെഞ്ചും ഡെസ്ക് ഇട്ടിട്ടുള്ള അങ്ങനെയും സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഞാൻ എന്തായാലും തൽക്കാലം ഇവിടെ പുറത്തന്നെ അങ്ങോട്ടിരുന്നു. പിന്നെ കിട്ടിയ മസാല ദോശ പയ്യെ പയ്യെ ഞാൻ തന്നെ അത് കഴിക്കാൻ തുടങ്ങി. കാരണം ഭയങ്കര വിശപ്പായിരുന്നു. പിന്നെ നമ്മൾ ആദ്യമായിട്ടല്ല കേട്ടോ ഇവിടുന്ന് കഴിക്കുന്നത്. ഇവിടുത്തെ ഓരോ ഡിപ്പുകളും അടിപൊളിയാണ്. ചട്നി ആണെച്ചാലും സാമ്പാറാണെച്ചാലും ചമ്മന്തി ആണെച്ചാലും എല്ലാം അടിപൊളിയാണ് കേട്ടോ. സാമ്പാറിൻ്റെ ഒക്കെ കൺസിസ്റ്റൻസി അടിപൊളിയാണ്. പിന്നെ അതുപോലെ എടുത്ത് പറയേണ്ടതാണ് മസാല ദോശയുടെ ഒരു ഇത്. മസാല ദോശ എന്ന് വെച്ചാൽ നല്ല നെയ്യിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ മസാല ദോശയുടെ ആ മസാല, ഗ്രീൻ പീസും നല്ല കിഴങ്ങും ക്യാരറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളി ഒരു സംഭവം കേട്ടോ. ഞാനധികം മസാല ദോശയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് കഴിക്കാറ്. എന്താ വെച്ചാലും ആദ്യം പറഞ്ഞ ചായ നമുക്ക് എത്തിയില്ല കേട്ടോ. എന്തെങ്കിലും ആവട്ടെ, വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമുക്ക് ഇരിക്കാം. അങ്ങനെ വിശപ്പിൻ്റെ കൊണ്ട് പിന്നെ ഞാൻ തന്നെ പതുക്കെ പതുക്കെ അത് പതുക്കെ കഴിക്കാൻ തുടങ്ങി. ആഹാ, എന്താ പുറത്ത് നല്ല ചൂടാണ് കേട്ടോ. ഓഹ്, അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓർഡർ ചെയ്ത സാധനം അവസാനം എത്തി. അങ്ങനെ നമ്മൾ ചായയും മസാല ദോശയൊക്കെ കുടിച്ചിട്ട് സ്വസ്ഥമായിട്ട് ബില്ലൊക്കെ സെറ്റിൽ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ പിന്നെ കരാമയുണ്ട്. ഗ്രീൻലാൻഡ് ഹോട്ടലാണ് കരാമ. പിന്നെ ശനി ഞായറും ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് സ്നാക്സും എണ്ണക്കടികളും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നല്ല ഉപ്പിലിട്ടച്ചത് എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമ്മൾ കാക്കവിടെ തിരക്ക് പിടിച്ചിട്ടുള്ള ചായടിയിലാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ലുലുവിലൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വന്ന് നമ്മളെ തൊട്ടടുത്തുള്ള ഒരു പാർക്കിലൊക്കെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് നല്ല അടിപൊളി ഒരു വൈബ് കേട്ടോ. കിളികളും എല്ലാമായിട്ട് നല്ല അടിപൊളി ഒരു ഇതാണ്. ചൂട് കണ്ട് വല്ലാതെ വൈബ് പിടിക്കാൻ നിൽക്കണ്ട കേട്ടോ. കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു കണ്ടില്ലേ എന്താ. പക്ഷേ ഈ മരങ്ങളുള്ളതുകൊണ്ട് വലിയൊരു ചൂട് അനുഭവപ്പെട്ടില്ല. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് എല്ലാം കാണുന്നത് വെച്ചാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ എല്ലാവരോടും ഗുഡ് ബൈ.